ഹലോ എവ്രി വൺ, അവറോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നാട്ടിൽ നിന്നും പ്രൈവറ്റ് ഏജൻസീസ് അണ്ടർ എംഒഎച്ച് എന്നുള്ള പേരിൽ ഇവിടുത്തെ മിനിസ്ട്രി ഹോസ്പിറ്റലിൽ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരുന്ന നേഴ്സസിൻ്റെ ബെനിഫിറ്റ്സും അല്ലെങ്കിൽ അവരിവിടെ വന്ന് നേരിടാൻ പോകുന്ന ചില പ്രത്യേക കാര്യങ്ങളുമാണ്. നാട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെയെങ്കിലും കുവൈറ്റിൽ വരുവാണെങ്കിൽ, കുവൈറ്റിലേക്ക് വരാൻ താല്പര്യമുള്ളവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അല്ലാണ്ട് എല്ലാവർക്കും കുവൈറ്റിലേക്ക് വരണം എന്നുള്ള ആഗ്രഹത്തിലാണ് നാട്ടിൽ നിൽക്കുന്നത് എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ആരെങ്കിലും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കും 2 വർഷം ഇപ്പോൾ അണ്ടർ എംഒഎച്ച് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ കുവൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഡയറക്റ്റ് എംഒഎച്ചിലേക്ക് കയറാമെന്ന് ഒരുപാട് ആളുകൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് അവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ല കാര്യങ്ങൾ. ഒരു പക്ഷേങ്കിൽ നിങ്ങൾ 2 വർഷത്തെ കോൺട്രാക്റ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രസൻറ്റ് കമ്പനി നിങ്ങൾക്ക് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് അല്ലെ NOC കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് മിനിസ്ട്രി ഓഫ് ഹെൽത്തിലേക്ക് നിങ്ങൾക്ക് ജോലിക്ക് കയറാൻ പറ്റിയില്ല. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ എങ്കിൽ പോലും അപ്ലൈ ചെയ്ത് അവർ ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവർ റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ മിക്കവാറും അവരിതറിയാണ്ടാണ് വരുന്നത്. അവർ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം മിനിസ്ട്രിയിലേക്ക് കയറാൻ പറ്റും. അപ്പം എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് അത് വളരെ ഒരു 70% ചാൻസും ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഒരു 30% ആളുകൾ കമ്പനികൾ അവർക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ അവർ ചിലപ്പം റിലീസ് തരുന്നതായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് മിനിസ്ട്രിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതാണ് നമ്പർ 1 ആയിട്ടുള്ള ഒരു കാര്യം. ചില ആളുകൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ 2 വർഷം കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്നുകൊണ്ട് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നീട് നാട്ടിൽ പോയി അവർ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് കൊടുക്കുന്ന വിസയിൽ തിരിച്ചു വരിക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റം വരുത്താം. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് നാട്ടിൽ നിന്നും റിക്രൂട്ട്മെൻറ്റ് നടത്തുക എന്നുള്ളത് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ നാട്ടിൽ നിന്ന് നടക്കുന്ന റിക്രൂട്ട്മെൻറ്റ് എപ്പോൾ വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യാം. ഇത് മിനിസ്ട്രിയുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അവർ ലോക്കലി അല്ലെങ്കിൽ ഇൻ്റർനാഷണലി ഒക്കെ അവർ റിക്രൂട്ട്മെൻറ്റ് നടത്താറുണ്ട്. പക്ഷേ ഏത് സമയത്ത് അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളൊരു ഫാക്റ്റ് ഇപ്പോഴും നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കണം. ഇവിടെ നിന്നുകൊണ്ട് പ്രൈവറ്റ് ഏജൻസീസ് വന്നിട്ട് വീണ്ടും മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ കയറുക എന്നുള്ളതാണ് ബുദ്ധിമുട്ടായിരിക്കുന്നത്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇനി MOH സ്റ്റാഫും അണ്ടർ MOHൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അണ്ടർ MOH എന്ന് ഉദ്ദേശിക്കുന്നത് ഇനി ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിൻ്റെ കാര്യം കൂടി തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിന് ഇപ്പോൾ നാട്ടിൽ നിന്ന് റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് അലവൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തതിന് ശേഷം അവരുടെ സാലറി അതിനേക്കാളും കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രൈവറ്റിൽ വരുന്ന ആളുകൾക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അവർക്കിപ്പോൾ ഒരു 400 അല്ലെങ്കിൽ 500 KD സാലറി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് മാത്രമാണ് അവർക്ക് കിട്ടുള്ളൂ. അവർ നൈറ്റ് ഡ്യൂട്ടി ചെയ്താലോ ഓവർ ടൈം എന്നുള്ളൊരു ഓപ്ഷൻ അവർക്ക് വളരെ കുറവാണ്. ഇനിയിപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്താലോ ICU ചെയ്താലോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രൈമായിട്ടുള്ള ഏരിയാസിൽ വർക്ക് ചെയ്താൽ പോലും അവർക്ക് ഒരു അലവൻസും ഒന്നും ആഡ് ചെയ്ത് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് ഈ അണ്ടർ MOHൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് നേരിടണം. പക്ഷേ നേരെ മറിച്ച് മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നൈറ്റ് ഡ്യൂട്ടിയുടെ 100 KD അല്ലെങ്കിൽ ഓരോ അലവൻസസ്, റിസ്ക് അലവൻസ് അല്ലെങ്കിൽ ഗ്രേഡിംഗ് സിസ്റ്റം, അങ്ങനെ പല കാര്യങ്ങൾക്കും വ്യത്യാസമുണ്ട്. അപ്പോൾ സാലറിയിലുള്ള ഡിഫറൻസ് ആണ് ഏറ്റവും മേജർ ആയിട്ടുള്ളൊരു ഡിഫറൻസ്. ഡ്യൂട്ടി അവേഴ്സ് മിക്കവാറും തന്നെ MOHൻ്റെയും അണ്ടർ MOHൻ്റെയൊക്കെ ഡ്യൂട്ടി അവേഴ്സ് സെയിം ആയിരിക്കും. 7 to 2, 2 to 10, 10 to 7 എന്നുള്ളതാണ് ഇവിടുത്തെ മിക്കവാറും ഹോസ്പിറ്റലിലെ ഷിഫ്റ്റുകൾ. അപ്പോൾ അതിപ്പം ആ സെയിം അസൈൻമെൻറ്റ് തന്നെയായിരിക്കും അണ്ടർ MOHൽ വരുന്ന സ്റ്റാഫിനും അവർ കൊടുക്കാറുള്ളത്. പിന്നെ അക്കോമഡേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മിനിസ്ട്രിയിൽ ഇപ്പം നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്ക് 3 months അക്കോമഡേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രൈവറ്റ് ഏജൻസീസ് അണ്ടർ MOHൽ വർക്ക് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് അവർ അക്കോമഡേഷൻ പെർമനൻ്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. അക്കോമഡേഷനും ചിലപ്പോൾ ഫുഡിനുള്ള അലവൻസ് ഏകദേശം 25 KD അവർ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പം അക്കോമഡേഷൻ്റെ കാര്യത്തെക്കുറിച്ച് അവർക്ക് പറയേണ്ട ആവശ്യമില്ല. മിക്കവാറും അവർ ട്രാൻസ്പോർട്ടേഷനും അവർ തന്നെ അറേഞ്ച് ചെയ്യും. പക്ഷേ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ് നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞ് 3 months കഴിഞ്ഞ് അവർ പുറത്തേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ സ്വയമായിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അതും ഒരു വലിയൊരു വ്യത്യാസമാണ്. സിക്ക് ലീവ് പോളിസി, അപ്പം പ്രൈവറ്റിൽ വരുന്ന ആളുകൾക്ക് സിക്ക് ലീവിൻ്റെ നമ്പർ ഓഫ് ഡേയ്സ് കുറവായിരിക്കും. മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു 15 days ഒരു ഇയർലി അവർക്ക് സിക്ക് ലീവ് ഉണ്ട്. അതുപോലെ തന്നെ ബോണസ്, ഇൻക്രിമെൻറ്റ്, നമുക്കറിയാം മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ എല്ലാ വർഷവും ബോണസോ ഇൻക്രിമെൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മിക്കവാറും എവറി ഇയർ അവർ കുറച്ച് പൈസയെങ്കിലും ഒരു ഇൻക്രിമെൻ്റ് ആയിട്ടോ ബോണസ് ആയിട്ടൊക്കെ കൊടുക്കാറുണ്ട് മിക്കവാറും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ. ഇനിയിപ്പോൾ അണ്ടർ MOHൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഹോസ്പിറ്റലുകാർ ഒരിക്കലും അവർക്ക് ഇൻക്രിമെൻറ്റോ ബോണസോ അങ്ങനെയൊന്നും ഹോസ്പിറ്റലുകാർ ഒരിക്കലും കൊടുക്കില്ല. അതിപ്പോൾ ഏജൻസി കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് അവർക്ക് ബോണസും ഇൻക്രിമെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ പബ്ലിക് ഹോളിഡേയ്സ്, ഇപ്പം MOHൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന അത്രയും പബ്ലിക് ഹോളിഡേയ്സ് അണ്ടർ MOHൽ വർക്ക് ചെയ്യുന്ന നേഴ്സസിന് കിട്ടുകയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ ചിലപ്പോൾ പബ്ലിക് ഹോളിഡേയ്സിൻ്റെ ദിവസങ്ങളും അവർക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. മറ്റുള്ളവർക്ക്
അതൊക്കെ ഒരു കോമ്പൻസേറ്ററി ഓഫായിട്ട് കിട്ടുമ്പോൾ ഇവരുടെ ആ മിനിമം പബ്ലിക് ഹോളിഡേയ്സിൻ്റെ നമ്പർ ഓഫ് ഡേയ്സ് വളരെ കുറവായിരിക്കും. പിന്നെ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയാറുള്ളത് പോലെ ഫാമിലി വിസയ്ക്കുള്ള ചാൻസ് വളരെ കുറവാണ്. അണ്ടർ എംഒഎച്ച് വരുന്ന ആളുകൾക്ക് ഒട്ടും തന്നെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് അങ്ങനെയൊന്ന് സെറ്റിൽ ആവാമെന്ന് വിചാരിക്കുന്ന ആളുകൾ അണ്ടർ എംഒഎച്ചിൽ ഇങ്ങോട്ട് വരാതിരിക്കുമായിരിക്കും നല്ലത്. പക്ഷേ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സിന് ചിലപ്പോൾ മിനിസ്ട്രി ഏത് സമയത്തും ഇവിടെ വിസ ഓപ്പൺ ആക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഫീമെയിൽ നേഴ്സസിനും സ്പോൺസർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ നമ്മളുടെ അണ്ടർ എംഒഎച്ച് സ്റ്റാഫിന് ഒരിക്കലും നമ്മൾക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. പിന്നെ ലീവിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ എംഒഎച്ച്കാർക്ക് 35 ദിവസമാണ് കിട്ടുന്നത്. പിന്നെ 15 വർഷം കഴിഞ്ഞാൽ 10 ദിവസം കൂടെ ആഡ് ചെയ്യും. പിന്നെ റേഡിയേഷനൊക്കെ ഉള്ള ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് 15 ഡേയ്സ് കിട്ടാറുണ്ട്. അങ്ങനെ ഏകദേശം ഒരു നമുക്കറിയാം ഒരു 15 ഇയേഴ്സ് കഴിയുകയാണെങ്കിൽ ഒരു 60 ഡേയ്സ് ആനുവൽ ലീവ് കിട്ടും. പക്ഷേ നമ്മളുടെ അണ്ടർ എംഒഎച്ച് വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് ഒരു 30 ഡേയ്സ് ആയിരിക്കും അവരുടെ കമ്പനി കൊടുക്കുന്നത്. അപ്പോൾ അത് ഹോസ്പിറ്റലിൽ നമ്മളിപ്പോൾ അണ്ടർ എംഒഎച്ചിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ പോലും ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധം ഉണ്ടായിരിക്കില്ല. ഇവിടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് പ്രൈവറ്റ് ഏജൻസി ആയിരിക്കും. അപ്പോൾ ലീവും ബോണസും ഇൻക്രിമെൻറ്റും എല്ലാം മിനിസ്ട്രി അല്ല കൈകാര്യം ചെയ്യുന്നതെല്ലാം അവർ കൊണ്ടുവരുന്ന പ്രൈവറ്റ് ഏജൻസീസ് ആയിരിക്കും. അപ്പോൾ ഈ കൊണ്ടുവരുന്ന പ്രൈവറ്റ് ഏജൻസീസ് നല്ലതാണെങ്കിൽ മാത്രം ആണ് നമുക്ക് ഈ ബെനിഫിറ്റ്സ് എല്ലാം നമുക്ക് കിട്ടുള്ളൂ. എംഒഎച്ച് നമ്മളിവിടെ എന്ന് ലാൻഡ് ചെയ്യുന്നോ അന്ന് മുതലുള്ള സാലറി തരും. പക്ഷേ ചില ഏജൻസീസ് അവർ എന്ന് മുതലാണ് ജോലിക്ക് ജോയിൻ ചെയ്യുന്നോ അന്ന് മുതലുള്ള സാലറി തരുള്ളൂ. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് വേണം നാട്ടിൽ നിന്ന് വരാനായിട്ട്. ഇപ്പം ഇനിയിപ്പോൾ അണ്ടർ എംഒഎച്ചിൽ നമുക്ക് വരാൻ നമുക്ക് എന്താണ് നമ്മളത് ചൂസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നാട്ടിൽ നിൽക്കുന്നതിനേക്കാളും ഓൾവേസ് ബെറ്റർ. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫാമിലിയുടെ കൂടെയാണ് നാട്ടിൽ നിൽക്കുന്നത്. നമുക്ക് പല കാര്യങ്ങൾക്ക് നമുക്ക് സപ്പോർട്ടുണ്ട്. ഇവിടെ അണ്ടർ എംഒഎച്ചിൽ അല്ലെങ്കിൽ പ്രൈവറ്റിലേക്കൊക്കെ വരുന്ന ആളുകൾക്കെന്ന് പറഞ്ഞാൽ തന്നെയാണ് വരുന്നത്. പിള്ളേരെയും ഹസ്ബൻഡിനെയൊക്കെ ഇട്ടിട്ട് വരുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫൈനാൻഷ്യലി നമുക്ക് നോക്കുകയാണെങ്കിൽ നാട്ടിലേക്കാളും തീർച്ചയായിട്ടും ബെറ്റർ സാലറി തന്നെയാണ്. എങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് വേണം അണ്ടർ എംഒഎച്ചിലോട്ട് വരാനായിട്ട്. ഇപ്പം മിനിസ്ട്രി കൊടുത്തിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ, അതായത് നാട്ടിൽ നിന്നും അവരെ സെലക്ട് ചെയ്യാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക. തൽക്കാലം പ്രൈവറ്റ് ഏജൻസീസിൽ ഇങ്ങോട്ട് വരാതിരിക്കുക. കാരണം ഫാമിലി നമുക്ക് മുന്നോട്ട് ഒരുപാട് ഒരു ഹോപ്പ് ഇല്ലാത്തൊരു സിറ്റുവേഷനാണ്. അതായത് നമുക്ക് ഫാമിലിയെ കൊണ്ടുവരാനോ ആ രീതിയിലൊക്കെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കുറവായിരിക്കും. പിന്നെ അണ്ടർ എംഒഎച്ച് സ്റ്റാഫ് നമ്മൾ എംഒഎച്ചിൻ്റെ സ്റ്റാഫുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള സാലറി ഡിഫറൻസിൽ നമുക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ തയ്യാറായിക്കൊണ്ട് വേണം വരാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതെല്ലാം ഓക്കെ ആണെങ്കിൽ അണ്ടർ എംഒഎച്ചിൽ വർക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ മിനിസ്ട്രി കൊടുത്തിരിക്കുന്ന ഈ ഓപ്പൺ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എല്ലാവരും ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും എംഒഎച്ചിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫും അണ്ടർ എംഒഎച്ചിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.